ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീനയും അതിജീവിതയും കൂടെ അമ്പലത്തിൽ പോയി വരികയാണ്. അന്നേരം ഒരു ആൾത്തറ കാണുന്ന നേരത്ത് ഓമനക്കുട്ട, ഞങ്ങളെ ഇവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഓമനക്കുട്ടൻ അങ്ങ് പോവുകയാണേ. എന്നിട്ട് അലീന അതിജീവിതയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ആണുങ്ങളെ ഇരിക്കുള്ളൂ അല്ലേ? ആ, പെണ്ണുങ്ങൾ ഇരിക്കുന്ന അധികം കണ്ടിട്ടില്ല. എന്നിട്ട് അലീന അതിജീവിതയുടെ കൈ അങ്ങ് മുറുകെ പിടിച്ചിട്ട് ചോദിക്കും, എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചില്ലേ, നിന്നെയും നിന്റെ പ്രശ്നങ്ങളെയും ഒക്കെ എന്ന് പറയുമ്പോൾ എന്ന് പറയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും എന്നങ്ങ് പറയുമ്പോൾ അതിജീവിത പറയുന്നുണ്ട്, അതേ ചേച്ചി, എനിക്കെന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലെ തന്നെ. നിനക്ക് പേടി കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ പേടി തോന്നുന്നില്ല, ഞാനതൊക്കെ കൃഷ്ണനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണേ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, മനുഷ്യന് എന്തിനാ ഏറ്റവും പേടിയെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, പാമ്പ് അല്ല, പിശാച്, വെള്ളപ്പൊക്കാണോ ചേച്ചി, ക്രിമിനലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അല്ല, പിന്നെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനെ തന്നെയാണ് പേടി എന്ന് പറഞ്ഞു കൊടുക്കട്ടോ അലീന. മനുഷ്യനെ കൊന്നൊടുക്കിയതുപോലെ മറ്റൊരു ജീവിയെയും കൂട്ടത്തോടെ ഒന്നിനെയും കൊന്നിട്ടില്ല, മനുഷ്യനാണ് ഏറ്റവും വലിയ ഭയക്കേണ്ട ജീവി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കേട്ടിരിക്കുകയാണേ. കൊല്ലാനുള്ള കത്തി മറച്ചു പിടിച്ച് മറ്റൊരു ജീവിയും ചിരിച്ച് സംസാരിക്കാറില്ല, മറ്റൊരു ജീവിയും തന്റെ കൂടെ നിൽക്കുന്നവരെ ചതിക്കാറുമില്ല, മറ്റൊരു ജീവിയും വിശ്വസിച്ച് കൂടെ വന്നവരെ ഉപേക്ഷിക്കാറോ ഇല്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഹരി ശങ്കരനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ശരിയാ ചേച്ചി എന്ന് പറയുമ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മറ്റൊരു ജീവിയും കൊണ്ടുപോയി വഞ്ചിക്കാറില്ല എന്ന് വീണ്ടും പറയുമ്പോൾ നമ്മുടെ അതിജീവിത പറയുന്നുണ്ട്, ശരിയാ ചേച്ചി, എന്നെയും ഒരുത്തൻ കൊണ്ടുപോയി വഞ്ചിച്ചതല്ലേ എന്ന്, ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചൊരു ആള് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മറന്നേക്കണം, അങ്ങ് വിട്ട് കളഞ്ഞേക്കണം എന്ന്. അന്നേരം ആ സത്യം വെളിപ്പെടുകയാണ് കേട്ടോ. അതിജീവിത തുറന്നു പറയാണ് അലീനയുടെ അടുത്ത്, ചേച്ചിയോട് ഞാനൊരു സത്യം പറഞ്ഞില്ല, മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ, അതിനെന്താ മോളെ, നീ ഇപ്പൊ പറഞ്ഞോ എന്ന് പറയാൻ കേട്ടോ അലീന. ചേച്ചി എന്നോടൊന്നും വിചാരിക്കല്ലേ, ചേച്ചി ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ രോഹിത് ഉണ്ടല്ലോ, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ആകെ ഷോക്കായി പോവാണ് കേട്ടോ. അയാൾ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലില്ല എന്ന് പറഞ്ഞ അതിജീവിത അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കാണ്. ഹരി നമ്മുടെ അതിജീവിതയുടെ അടുത്ത് ഇരുന്നിട്ട് പറയും, മറ്റുള്ള രണ്ടുപേരോടും അവനെങ്ങും പിടിച്ചു വലിച്ച് കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വരില്ല എന്നൊക്കെ. അപ്പൊ നമ്മുടെ അതിജീവിത ഹരിയോട് പറയുന്നുണ്ട്, അയ്യോ ഇനി എന്നെ ഉപദ്രവിക്കല്ലേ, അവനും കൂടി നിന്നെ തൊട്ടുന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല, അവൻ നിന്നെ കടിച്ച് തിന്നൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ അവര് വലിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു നിൽക്കാൻ കേട്ടോ ആ കുട്ടി. അയ്യോ എനിക്ക് പേടിയാ, എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മുടെ രോഹിത് പറയുന്ന നേരം നമ്മുടെ ഹരി പറയും, ഞങ്ങളെ കൂടെ നിന്നിട്ട് നീ മാത്രം അങ്ങനെ പുണ്യാളുണ്ടാവണ്ട, നിനക്ക് വേണ്ടിയിട്ടല്ലടാ ഇവളെയും കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയും, അയ്യോ അല്ല, നീയല്ലേ ഇവളെ ചതിച്ചിങ്ങ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹരി. എന്റെ കൂടെ നിന്ന് നീ എന്നെ ചതിക്കുന്നോ എന്നും പറഞ്ഞ് നമ്മുടെ രോഹിത്തിനടുത്ത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എറിയാണ് കേട്ടോ. അന്നേരം ആ കുട്ടി പറയുന്നുണ്ട്, അയ്യോ ചേട്ടാ എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്ക് തീരെ വയ്യാന്ന്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്ത് എണീറ്റിട്ട് പറയും, എന്നെ വിട്ടേക്കേ, ഞാൻ പൊക്കോട്ടെ എന്ന്. എന്നിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ചേർന്നിട്ട് നമ്മുടെ രോഹിത്തിനെ അവിടുത്തെ ബാത്റൂമിൽ അങ്ങ് കയറ്റി അടയ്ക്കാണ് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു അതിജീവിത. അതൊക്കെ ഇങ്ങനെ ഓർക്കാണ്. അതും കൂടി കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അലീന ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് ഓമനക്കുട്ട വന്നിട്ട്, അല്ല പോക്കല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു മിനിറ്റ് എന്നും പറഞ്ഞാൽ അതിജീവിതയോട് വീണ്ടും ചോദിക്കാം, മോളെ ഇത് ആരോടെങ്കിലും പറയേണ്ടിയിരുന്നില്ലായിരുന്നോ? ആരോട് പറയാൻ ചേച്ചി? പോലീസിനോട്, വീട്ടുകാരോട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞതാ. പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ ഈ ചേട്ടന്റെ പേരും കൂടി എഴുതി ചേർത്തു. വീട്ടുകാർ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവരും കൂടെ ഇരുന്നോട്ടെ, കേസിനൊരു ബലം കിട്ടും, പീഡനത്തിന് കൂടുതൽ ആളുണ്ടെങ്കിൽ ആ കേസ് നിലനിൽക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ എന്നാ ചെയ്യാനാ ചേച്ചി എന്ന് ചോദിക്കാട്ടോ. എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോൾ എനിക്ക് പിന്നെ വേറെ വഴിയില്ലായിരുന്നു ചേച്ചി, അതെന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നു. അന്നേരം അതിജീവിത പറയുന്നുണ്ട് കേട്ടോ, തെറ്റായിപ്പോയല്ലേ ചേച്ചി, ഞാനൊന്ന് മാറ്റി പറയണമായിരുന്നു, ഇനി വേണമെങ്കിൽ മാറ്റി പറയാൻ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അങ്ങനെ പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നിന്റെ മനസാക്ഷി എന്ത് പറയുന്നു അതുപോലെ നീ ചെയ്താൽ മതി, ഞാൻ ഒരിക്കലും നിന്നെ സ്വാധീനിക്കാൻ വന്നതല്ല മോളെ. എന്നോട് എൻ്റെ മനസാക്ഷി പറഞ്ഞു ആ കുട്ടി തകർന്നു കിടക്കുക, അവളെ നീ വേണം പോയിട്ട് കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരാനെന്ന്, അതുപോലെ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിജീവിതം ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഓമനക്കുട്ടനെ അച്ഛൻ വിളിക്കുന്നുണ്ട്, വാ ഇനി പോവാ, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അതിജീവിത അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടല്ലേ? ഇല്ല മോളെ, നീ ഒരു പാവല്ലേ എന്ന് ചോദിച്ചിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ് എണീക്കുകയാണേ. എന്നിട്ട് അതിജീവിതയോട് പറയണം, ഇനി റൂമിൽ അടച്ചിരിക്കരുത്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യം നിനക്ക് വേണം, ദിവസവും ഇവിടെ വന്ന് തൊഴുന്നത് നല്ലതാണ്.
ഓമനക്കുട്ടനെയോ അമ്മയെയോ കൂട്ടിയിട്ട് വരണം. എന്താ എന്ന് ചോദിക്കും. എന്ന് പറയാണ് അതിജീവിത. എന്നിട്ട് അവരങ്ങ് പോവാണ്. അങ്ങനെ അലീനയാണെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് പോരുക. ഓട്ടോയിലായിരിക്കും വന്നത്. ഓട്ടോ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ അലീനയുടെ മനസ്സിൽ ഈ ചിന്ത മാത്രമാണ് കേട്ടോ. അങ്ങനെ കോളിബെല്ലടിക്കുന്ന നേരം അവിടെ ബബിത ആയിരിക്കും ഉണ്ടാവുക. ബബിത ആണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുമായിരിക്കും. എന്നിട്ട് ആരാ വന്നതെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ നമ്മുടെ അലീനയെ കാണും. എവിടേക്കോ തെണ്ടിത്തിരിഞ്ഞ് വന്നിരിക്കുക ജന്തു എന്നും പറഞ്ഞാണ് കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. എന്തിനാ വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, ഞാനോർത്തു നീ കേട്ടില്ലായിരിക്കുന്നു. ബെല്ലടിക്കുമ്പോഴേക്കും ഇവിടെ ഡോർ കീപ്പറായി നിൽക്കാനൊന്നും ആളില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ കൃഷ്ണമോളില്ലേ, അച്ഛനില്ലേ എന്ന് ചോദിക്കട്ടെ അലീന. കൃഷ്ണ ഉറക്കം. അച്ഛനും നീയും ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്? പോർച്ചിൽ അച്ഛൻ്റെ വണ്ടി കിടപ്പുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ അത് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, എന്തിനാ നീ ഇങ്ങനെ ചൂടാവുന്നേ? അച്ഛൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴേക്കും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബബിത അങ്ങ് പോകുവാണ് കേട്ടോ. അങ്ങനെ അലീന കയറി വന്ന ഉടനെ തന്നെ ബാലേന്ദ്രനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടോ പോവാനുണ്ടെന്ന് പറയൂട്ടോ. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല അച്ഛാന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ കാര്യങ്ങൾ. ശരണ്യയെ ഇന്ന് എണീറ്റു റോഡിലൂടെ നടത്തി അമ്പലത്തിലും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കൊള്ളാം, അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന് പറയുന്നുണ്ട്, അച്ഛൻ പോയിട്ട് വാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കും. അത് പോയി വന്നിട്ട് പറഞ്ഞേക്കാം എന്ന് പറയുന്നു. അങ്ങനെ വെക്കുന്നു കേട്ടോ ഫോണ്. അങ്ങനെ ബാലേന്ദ്രന് പോവേണ്ട സ്ഥലത്തൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അലീന വേഗം ഡോറ് തുറക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നോ എന്ന്. അതേ അച്ഛാന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബാലേന്ദ്രനും അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. അച്ഛൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കും. അതച്ഛാ ഞാൻ ശരണ്യയും കൂട്ടി ഇന്ന് നടക്കാൻ പോയില്ലേ, അപ്പോൾ ഒരു കാര്യം അവൾ പറഞ്ഞു. എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ രോഹിത് അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.